മിഡിൽ ഈസ്റ്റ് ബൈനിയൽ കോൺഫറൻസ് സംഘടിപ്പിച്ച് വേൾഡ് മലയാളി കൗൺസിൽ 3 ദിവസങ്ങളിലായി ഷാർജയിലായിരുന്നു സമ്മേളനം. ഷാർജ കോർണിഷ് ഹോട്ടലിലാണ് വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ ബൈനിയൽ കോൺഫറൻസും മിഡിൽ ഈസ്റ്റ് സമ്മേളനവും നടന്നത്. ജൂൺ 28-ന് മാറുന്ന ആഗോളക്രമത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന പ്രസക്തിയും മാധ്യമപ്രവർത്തകരുടെ പങ്കാളിത്തവും എന്ന വിഷയത്തിൽ മുൻ അംബാസിഡർ TP ശ്രീനിവാസൻ മുഖ്യാതിഥിയായിരുന്നു. തുടർന്ന് നടന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ജൂൺ 29-നായിരുന്നു മിഡിൽ ഈസ്റ്റ് കോൺഫറൻസ്. ചെയർമാൻ സന്തോഷ് കേട്ടേത്ത്, പ്രസിഡന്റ് വിനേഷ് മോഹൻ, സെക്രട്ടറി രാജീവ് കുമാർ, ട്രഷറർ ജൂഡിൻ ഫെർണാണ്ടസ് തുടങ്ങിയവർ റിപ്പോർട്ടും വിവിധ പ്രോവിൻസുകളുടെ പ്രവർത്തന റിപ്പോർട്ടുകളും അവതരിപ്പിച്ചു. തുടർന്ന് ഗ്ലോബൽ കോൺഫറൻസിന്റെ ഭാഗമായി കേരളത്തിന്റെ പ്രതിരോധ ശേഷിയുള്ള വളർച്ചാ യാത്രയിലെ പുതിയ അവസരങ്ങളും വെല്ലുവിളികളും, മാറുന്ന ലോകത്ത് വിജയത്തെയും സേവനത്തെയും പുനർനിർവചിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ സെമിനാറുകളും നടന്നു. ഐസക് ജോൺ പട്ടാണിപ്പറമ്പിലും CU മത്തായിയും സെമിനാറുകൾ നിയന്ത്രിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരെ ആദരിച്ചു. തുടർന്ന് നടന്ന കലാപരിപാടികൾക്ക് ലാൽ ഭാസ്കർ നേതൃത്വം നൽകി. വരും വർഷങ്ങളിലേക്കുള്ള വാർഷിക കലണ്ടർ പുറത്തിറക്കിയതായി ഗ്ലോബൽ ചെയർമാൻ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, പ്രസിഡന്റ് ബേബി മാത്യു സോമതീരം, ജനറൽ സെക്രട്ടറി മൂസ കോയ, ട്രഷറർ തോമസ് ചെല്ലത്ത് എന്നിവർ അറിയിച്ചു. NTV ഷാർജ.